അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. മുന്നേറ്റങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടുള്ള പഴശ്ശി യുദ്ധങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പഴശ്ശി യുദ്ധങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് നോക്കാം. അതായത് വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ എന്താണ് അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഫലമായിട്ട് എന്താണ് കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ എന്താണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? പഴശ്ശിരാജനെ അങ്ങോട്ട് പറ്റിച്ചു. അതായത് വാഗ്ദാനം നടപ്പാക്കിയില്ല, ലംഘിച്ചു. അപ്പോൾ അങ്ങനെ കോട്ടയം രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ അവർ ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അതിൽ ദേഷ്യം വന്നിട്ടാണ് നമ്മുടെ പഴശ്ശിരാജ എന്താണ് യുദ്ധത്തിന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് എത്തുന്നത് എന്ന്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായത് എന്ന് ചോദിക്കാറുണ്ട്, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായ യുദ്ധങ്ങളാണ് ഏത്? പഴശ്ശി യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പഴശ്ശി യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഒരു രണ്ട് എണ്ണമുണ്ട്. അതായത് ഒന്നാം പഴശ്ശി വിപ്ലവമുണ്ട്, രണ്ടാം പഴശ്ശി വിപ്ലവമുണ്ട്. അപ്പോൾ പഴശ്ശി യുദ്ധ കാലഘട്ടം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഏത് മുതൽ ഏത് വരെയാണെന്ന് ചോദിക്കാം. 1793 മുതൽ 1805 വരെയാണ്. അപ്പോൾ ഇതിൽ നിന്നും കഴിഞ്ഞ പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം ഏതാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പഴശ്ശി വിപ്ലവം അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പഴശ്ശി യുദ്ധത്തിൻ്റെ കാലഘട്ടം ഞാൻ പറഞ്ഞു. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങൾ, അപ്പം നമ്മൾ ഒന്നാമത്തെ പഴശ്ശി യുദ്ധത്തെക്കുറിച്ച് ആദ്യം പറയാം. ഒന്നാം പഴശ്ശി വിപ്ലവമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടാവാൻ കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളെ തുടർന്നാണ് ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 1800 മുതൽ 1805 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ്. കണ്ണൂർ ജില്ലയാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അവിടെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായിട്ട് നിന്ന ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഇടനിലക്കാരനായ ഒരു ആളാണ് ആര്? ചിറക്കൽ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചിറക്കൽ രാജാവാണ് ഈ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നത്, ആ ഒരു ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800 മുതൽ 1805 വരെ. അപ്പോൾ വയനാട് ഈ ഒരു രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ എന്താണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. അതും ഒരു ചോദിച്ചിട്ടുണ്ട് മുന്നേ. എന്താണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലം ഏതാണ്? അത് രണ്ടാം പഴശ്ശി വിപ്ലവമാണ്.
അടുത്തത് എന്താണെന്ന് വെച്ചാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ പഴശ്ശി സൈന്യത്തെ നയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. കണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. ഇത്രയും പേരാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തുവാണ്. നായർ സൈന്യത്തിൻ്റെ തലവനാണ് ആര്? എടച്ചേന കുങ്കൻ എന്ന് പറയുന്നത് കേട്ടോ. കുങ്കനാണ് നായർ സൈന്യത്തിൻ്റെ തലവൻ. അപ്പം കുറിച്യരുടെ കുറിച്യരുടെ നേതാവാണിത് തലക്കൽ ചന്തു. തലക്കൽ ചന്തുവാണ് കുറിച്യരുടെ നേതാവ്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്നിട്ടാണ് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. പനമരം കോട്ട അത് ചോദിച്ചിട്ടുണ്ട്. പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം 1802. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 805 വരെ നടക്കുന്നു. അതിൽ 1802 എന്താണ് അവർ പനമരം കോട്ട പിടിച്ചെടുക്കുന്നു 1802. അപ്പോൾ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെയാണ് പഴശ്ശി ഗൊറില്ല യുദ്ധം നടത്തിയത്. അത് എവിടെ വെച്ചിട്ടാണ്? വയനാടൻ കുന്നുകളിൽ വെച്ചിട്ടാണ് ഈ ഗൊറില്ല യുദ്ധം നടക്കുന്നത്. പക്ഷെ നമ്മൾ ഒന്നാം വിപ്ലവത്തിൻ്റെ നടന്നത് എവിടെയായിരുന്നു? അത് കണ്ണൂരിലെ പുരളിമലയിലായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഗൊറില്ല യുദ്ധം നടക്കുന്നത് വയനാടൻ കുന്നുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. വയനാടൻ കുന്നുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലിയാണ് കേട്ടോ. ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ പഴശ്ശിരാജേനെ പിടികൂടാൻ വേണ്ടിയിട്ട് വെല്ലസ്ലി നടത്തിയ അല്ലെങ്കിൽ രൂപീകരിച്ച ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു സംഘമാണ് ഖോൽക്കാർ എന്നറിയപ്പെടുന്നത്. വെല്ലസ്ലി രൂപീകരിച്ച ഒരു സംഘമാണ് ഖോൽക്കാർ. ആരെ? പഴശ്ശിയെ പിടികൂടാനായിട്ട്. അപ്പോൾ ആർതർ വെല്ലസ്ലിയാണ് രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള മേധാവി. അപ്പോഴത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു ചോദിച്ചാൽ അത് തോമസ് ഹാർവേ ബാബറാണ്. അപ്പോൾ ഒരു ബാബറാണെന്ന് ആലോചിക്കുക കേട്ടോ. ബാബറാണ് ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ. തലമുടി വെട്ടാനല്ലേ ബാർബർ വരും. അപ്പോൾ തലശ്ശേരി സബ് കളക്ടർ ബാബർ എന്നാലോചിക്കുക പഴശ്ശി സമയത്ത്. ഓക്കെ. അപ്പോൾ അടുത്തത് പഴശ്ശിരാജ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്. എന്തായാലും ആ ഡേറ്റ് അടക്കം പഠിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ പഴശ്ശി വെടിയേറ്റ് മരിച്ച ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. 1805 നവംബർ 30 പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം. അത് എവിടെയാണെന്ന് ചോദിക്കും. സ്ഥലം എവിടെയാണ്? വയനാട്ടിലാണ്, മാനന്തവാടിയിൽ മാവിലാന്തോട് എന്ന സ്ഥലമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മാവിലാന്തോടാണ്. മാവിലാന്തോട് വെച്ചിട്ടാണ് പഴശ്ശി 1805 നവംബർ 30 വെടിയേറ്റ് മരിക്കുന്നത്. അത് വയനാട് ജില്ലയിലാണ്. അടുത്ത പഴശ്ശിരാജനെ നമുക്കറിയാം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. ആരാണ് പഴശ്ശിരാജ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്? സർദാർ KM പണിക്കരാണ്. KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആരെന്നെയാണ്? സർദാർ KM പണിക്കർ തന്നെയാണ് അല്ലേ. ഇനി തലക്കൽ ചന്തുവിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു അദ്ദേഹം? കുറിച്യരുടെ കുറിച്യരുടെ നേതാവായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തുവിൻ്റെ സ്മാരകമുണ്ട്. അത് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ പനമരത്താണ്. പനമരത്താണ് തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു 3 ഫാക്ട്സ് ഉണ്ട്. അതെപ്പോഴും മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് അത് ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ പഴശ്ശി സ്മാരകം എവിടെയാണ്? സ്മാരകം എന്ന് പറയുമ്പോൾ ആലോചിക്കുക സ്മാരകം നമ്മൾ എപ്പോഴാണ്? മരിച്ചു കഴിഞ്ഞാൽ വയ്ക്കുന്നതാണ് സ്മാരകം അല്ലേ. അപ്പോൾ അദ്ദേഹം മരിക്കുന്നത് വയനാട്ടിൽ വെച്ചിട്ടാണ്. വയനാട്ടിൽ മാവിലാന്തോട്, മാനന്തവാടി മാവിലാന്തോട് അങ്ങനെ ഓർത്ത് വയ്ക്കാമല്ലോ. അപ്പോൾ വയനാട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് മാനന്തവാടിയിലാണെന്ന് ഓർക്കുക. പഴശ്ശി സ്മാരകം. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ എവിടെയാണ്? കോഴിക്കോടാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം ആണെങ്കിൽ അത് കണ്ണൂരാണ്. അപ്പോൾ ഈ 3 ഫാക്ട്സ് എന്തായാലും മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. സ്മാരകമാണെങ്കിൽ മാനന്തവാടി വയനാട്, മ്യൂസിയം ആണെങ്കിൽ കോഴിക്കോട്, ഡാം ആണെങ്കിൽ കണ്ണൂർ. അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഴശ്ശി വിപ്ലവത്തെ അല്ലെങ്കിൽ പഴശ്ശി യുദ്ധങ്ങളെ കുറിച്ചിട്ട് പറയാനുള്ളത്.